ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കെ പരിവാർ. ഇന്ന് ലോകത്തിലെ തന്നെ വില കൂടിയ മത്സ്യങ്ങളിൽ ഒരു മീനായ സാൽമൺ ഫിഷിന്റെ ഒരു ഡിഷാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. കൂടെ ഒരു പാസ്ത റെസിപ്പി. ഈ സാൽമൺ ഫിഷ് കാണാൻ തന്നെ നല്ല ചന്തമുണ്ട് കേട്ടോ. ഇതിന്റെ മാംസമൊക്കെ കണ്ടില്ലേ? നമ്മളുടെ ബൂംബാഗ് ചേട്ടൻ അറിയൂ, നിങ്ങൾ ആ വീഡിയോ കാണാറുണ്ടോ? ആ ചേട്ടനൊക്കെ ഇത് അങ്ങനെ തന്നെ തിന്നുന്നതാണ്. കാരണം ഇത് കണ്ടാൽ നമുക്ക് അങ്ങനെ കഴിക്കാനും തോന്നും. അത്ര രസമുണ്ട്, അത്ര സോഫ്റ്റുമാണ്. ഇത് നമ്മളുടെ നോർമൽ മീൻ പോലെ അധികം മസാലയൊന്നും വേണ്ട. നോർമൽ ഇച്ചിരി കുരുമുളകും ഉപ്പും ഒലീവ് ഓയിലും ഇച്ചിരി നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അത്രയും കൂടെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ബട്ടറിൽ ഇത്തിരി ഒലീവ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ മാത്രമായിട്ട് നമ്മൾ കഴിക്കും. അത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഓൾറെഡി ഞങ്ങൾ ഈ വാങ്ങിയപ്പോൾ ഞാൻ ഇന്നലെ അങ്ങനെ കഴിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും കൂടെ ഇത് വെച്ചിട്ട് ട്രൈ ചെയ്യാനും. ഇത് എപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന ഐറ്റമൊന്നും അല്ലല്ലോ. കൂടെ കഴിക്കാൻ വേണ്ടി ഞാനൊരു ചെറുതായിട്ട് പാസ്ത കഴിക്കാമെന്ന് വെച്ച് പാസ്തയും ഉപ്പിട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് പെട്ടെന്ന് വെവ്വട്ടോ, അധികം നേരം ഒന്നും ഇത് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട. അങ്ങനെ അത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെയാണ് നമ്മളൊരു സോസ് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം അതിലോട്ട് സബോളയും കൂടെ തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ആവുന്നത് വരെ നമ്മളൊന്ന് വേവിക്കാം. ആ ടൈമിൽ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന സമയത്ത് നമ്മളുടെ കുക്കിംഗ് ക്രീം ഇല്ലേ, ആ ക്രീം അതിലോട്ട് അത്യാവശ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ക്രീം ചേർക്കുമ്പോൾ ഇതിൻ്റെ നല്ല കൺസിസ്റ്റൻസി ഭയങ്കര തിക്കായിരിക്കും. അതൊന്ന് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ചു. ഇത് കുറുകിയ പരുവത്തിൽ തന്നെയാണ് കേട്ടോ ഇരിക്കേണ്ടത്. അങ്ങനെ പാലും തിളച്ച് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ പാഴ്സ്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ മല്ലിയിലൊക്കെ പോലെ തന്നെ ഇരിക്കും. എന്നിട്ട് ഇതിൻ്റെ ഫ്ലേവറും കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളുടെ സാൽമൺ ഫിഷ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഇച്ചിരി കുരുമുളകും. ഈ സാൽമൺ ഫിഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അധികം നേരം കുക്ക് ചെയ്യേണ്ട. ഇത് ഓവർ കുക്ക് ആവേണ്ട ഒരു ഫിഷൊന്നുമല്ല. ഈ ഫിഷും ഈ സോസും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക, അത്ര മതി. അതിനുശേഷം പാഴ്സ്ലി ലീഫും കൂടെ ഒന്നും കൂടെ അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഫ്രഷ് ക്രീമും കൂടെ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വയ്ക്കാം. നമ്മളുടെ സാൽമൺ സോസ് റെഡി ആയിട്ട് നമ്മളുടെ നെക്സ്റ്റ് ഘട്ടം പാസ്ത റെഡിയാക്കണം. പാസ്തയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുന്നു. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുന്നു, വെളുത്തുള്ളി ഇടുന്നു, സവോള ഇടുന്നു. ഇത് സബോള നോർമൽ നേരത്തെ പോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആവുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ ക്രീം ചേർക്കണം. ക്രീം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇച്ചിരി മൈദ ചേർക്കുക, അതിലോട്ട് പാലൊഴിക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ കുറുകി നല്ല ക്രീം പരിവാകുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ പാസ്ത ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്തിരി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതധികം എരിവോ മസാലയോ ഉള്ള ഡിഷൊന്നുമല്ല. നമ്മളുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊന്നുമല്ല, നമ്മുടെ കേരള സ്റ്റൈലും അല്ല. ഇത് വെസ്റ്റേൺ സ്റ്റൈൽ ആയതുകൊണ്ട് ഇതിൽ എരിവ് നോർമലി കുറവായിരിക്കും. കൂടുതൽ മസാലാസും ഉണ്ടാവില്ല. പക്ഷേ ഒരു വെറൈറ്റി ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫുഡ്. അതുകൊണ്ട് ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ ട്രൈ ചെയ്തതാണ് കേട്ടോ. സംഭവം എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ വീഡിയോയിലെ പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം.